Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363 364 2025 ഈ ഒരു പോസ്റ്റിന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് കണ്ടിന്യൂ ചെയ്യാണ്. ഈ മാസം 25-ാം തീയതിയാണ് എക്സാം നടക്കാൻ പോകുന്നത്. സോ ഇൻകം ടാക്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു 5 ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് പോണകൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, മോക്ക് ടെസ്റ്റ്, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ജൂനിയർ അക്കൗണ്ടൻറ്റിൻ്റെ 2 ബാച്ചസ് ഇപ്പോൾ ഓപ്പൺ ആണ്. MCQയും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് മാത്രം വേണ്ടവർക്ക് അങ്ങനെ ഒരു ബാച്ച് ഉണ്ട്. ക്രാഷ് ബാച്ച് അതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. അതെല്ലാം കവർ ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആണ്. ദെൻ സ്റ്റേറ്റ് ടാക്സ് ഓഫീസറാണ് നമുക്ക് നെക്സ്റ്റ് കോമേഴ്സ് ബേസിൽ വരാൻ പോകുന്ന പോസ്റ്റ്. അതിൻ്റെ ക്ലാസ്സസും നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇൻകം ടാക്സിൽ നെക്സ്റ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടീനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. റിഗാർഡിംഗ് കോമ്പോസിറ്റ് റെൻറ്റ്. Number 1, composite rent includes rent for building and charges for different amenities, lift, water, etc. Number 2, if the layout of the building and amenities is inseparable, the entire income is taxed under house property. Number 3, if separable, the rent for the building goes to house property and for amenities to PGBP and other sources. 1 and 2 are correct. 2 and 3, 1 and 3 all are correct. നോക്കാം, നമുക്ക് കോമ്പോസിറ്റ് റെന്റ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ബിൽഡിങ്ങും അതിൻ്റെ കൂടെ വരുന്ന മറ്റ് എല്ലാതും കൂടിയിട്ട് നമ്മൾ കൊടുക്കുന്ന റെന്റിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് റെന്റ് എന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, കോമ്പോസിറ്റ് റെന്റ് ഇൻക്ലൂഡ്സ് റെന്റ് ഫോർ ദ ബിൽഡിംഗ് ആൻഡ് ചാർജസ് ഫോർ ഡിഫറെൻറ്റ് അമ്യൂണിറ്റീസ് ലൈക്ക് ലിഫ്റ്റ്, വാട്ടർ എല്ലാം കൂടിയിട്ട്. അതിനാണ് കോമ്പോസിറ്റ് എന്ന് പറയാം. കറക്റ്റാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. നമ്പർ 2, ഇഫ് ദ ലെറ്റ് ഔട്ട് ഓഫ് ദ ബിൽഡിംഗ് ആൻഡ് അമ്യൂണിറ്റീസ് ആർ ഇൻസെപ്പറബിൾ, നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെയാണ് അമ്യൂണിറ്റീസിൻ്റെയും ബിൽഡിങ്ങിൻ്റെയും കാര്യങ്ങളൊക്കെ. ദ എൻറ്റയർ ഇൻകം ഈസ് ടാക്സ്ഡ് അണ്ടർ ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇൻസെപ്പറബിൾ ആണെങ്കിൽ PGBP ഓർ അതർ സോഴ്സ് ആസ് ദി കേസ് മേ ബി അങ്ങനെയാണ് വരാം, അല്ലാണ്ട് ഹൗസ് പ്രോപ്പർട്ടിയിലല്ല. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമ്പർ 3, ഇഫ് സെപ്പറബിൾ ആണെങ്കിൽ റെന്റ് ഫോർ ദ ബിൽഡിംഗ് ഗോസ് ടു ഹൗസ് പ്രോപ്പർട്ടി ആൻഡ് അമ്യൂണിറ്റീസ് PGBP ഓർ അതർ സോഴ്സസ്, ഇൻകം ഫ്രം അതർ സോഴ്സിൽ. കറക്റ്റാണ്, ഇതാണ് കറക്റ്റ്. സെപ്പറബിൾ ആണെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടിയിൽ ബിൽഡിങ്ങിൻ്റെയും പോവും, ബാക്കിയുള്ളത് PGBP ഓർ അതർ സോഴ്സ് എങ്ങനെയാണെങ്കിൽ കേട്ടോ. അപ്പോൾ 1ഉം 3 ആണ് കറക്റ്റായിട്ട് വരിക. ഓപ്ഷൻ C ആണ് ആൻസർ. സോ ദാറ്റ്സ് അബൌട്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോണിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം. ഇൻട്രസ്റ്റ് ഓൺ എ ലോൺ ഫോർ റീകൺസ്ട്രക്ഷൻ ഓഫ് എ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ഈസ് ക്യാപ്ഡ് അറ്റ് ₹30,000. Interest paid on unpaid interest, compound interest is a deductible expense. Brokerage or commission paid for arranging a loan is not deductible. 1 and 2, 2 and 3, 1 and 3 all are correct. നോക്കാം നമുക്ക്. നമ്പർ 1, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉണ്ടായിരിക്കുമല്ലോ, അത് റീകൺസ്ട്രക്ഷൻ ഓഫ് എ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി, അതിന് ക്യാപ്പ് വെച്ചിട്ടുണ്ട്. മാക്സിമം 30,000. കറക്റ്റാണ്. റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള ലോണിന് സെൽഫ് ഓക്യുപ്പൈഡ് ആണെങ്കിൽ അവിടെ ഒരു ക്യാപ്പ് ഉണ്ട്, 30,000 രൂപയാണ്. ശരിയാണ്, ഫസ്റ്റ് വൺ അല്ലേ. ഇനി നമ്പർ 2, ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ അൺപെയ്ഡ് ഇൻട്രസ്റ്റ്, അത് തെറ്റല്ലേ. ഇൻട്രസ്റ്റ് ഓൺ ലോണാണ് ഡിഡക്റ്റബിൾ, അല്ലാണ്ട് പലിശയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പലിശ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിലുള്ള അഡീഷണൽ ലോണുമ്മ ഉള്ള ഇൻട്രസ്റ്റ് ഡിഡക്റ്റബിൾ അല്ല. ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ് ഡിഡക്റ്റബിൾ അല്ല. ഇൻട്രസ്റ്റ് ഓൺ ലോൺ മാത്രമാണ്, ഈ പറയുന്ന ഹൗസിംഗ് പർപ്പസിനുള്ള ലോൺ മാത്രമാണ് നമുക്ക് ഡിഡക്റ്റബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമുക്ക് പിടികിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ലോണിന് വേണ്ടി അല്ലെ, ഈ ഹൗസിംഗ് പർപ്പസിന് എടുത്തിട്ടുള്ള ലോണുമ്മ മാത്രമാണ് ഡിഡക്ഷൻ കിട്ടുക, അല്ലാണ്ട് ആ ഇൻട്രസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ലോൺ എടുത്തു, ആ എടുത്തിട്ടുള്ള ലോണിൻ്റെ ഇൻട്രസ്റ്റ് ഡിഡക്റ്റബിൾ അല്ല. ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ് ഡിഡക്റ്റബിൾ അല്ല. ഓക്കെ. ദ നെക്സ്റ്റ്, ബ്രോക്കറേജ് ഓർ കമ്മീഷൻ പെയ്ഡ് ഫോർ അറേഞ്ചിങ് എ ലോൺ ഈസ് നോട്ട് ഡിഡക്റ്റബിൾ. അതും കറക്റ്റാണ് അല്ലേ. ലോൺ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രോക്കറേജ് കമ്മീഷൻ അത് ഡിഡക്റ്റബിൾ അല്ല.
ഞാൻ പറഞ്ഞു ആ പർപ്പസ് അത് നോക്കിയിട്ടാണ് അല്ല ഹൗസിംഗ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ലോണിൻ്റെ ഇൻട്രസ്റ്റ് ആണ് ഡിഡക്റ്റബിൾ. അപ്പോൾ 1ഉം 3 ആണ് കറക്റ്റായിട്ട് വരാം. ഓപ്ഷൻ സി ആണ് ആൻസർ. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ regarding unrealized rent and arrears. Arrears of rent received are taxable in the year of receipt, even if the person is no longer the owner. A standard deduction of 30% is allowed for arrears of rent and recovered unrealized rent. Number 3. Unrealized rent is deducted from the actual rent received while calculating gross annual value. 1 and 2 are correct. 2 and 3, 1 and 3 all are correct. നോക്കാം നമുക്ക്. Arrears of rent received are taxable in the year of receipt even if the person no longer the owner. ആള് ഓണർ അല്ലെങ്കിലും അരിയേഴ്സ് ഓഫ് റെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ടാക്സ് കൊടുക്കണം. റിസീറ്റ് ആണെങ്കിൽ ടാക്സ് കൊടുക്കണം. കറക്റ്റാണ്. മനസ്സിലായോ? കിട്ടാനുണ്ട് റെന്റ്, അത് അരിയറായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴാണ് കിട്ടുന്നത് അതിന്റെ ബേസിൽ ടാക്സ് കൊടുക്കണം. കറക്റ്റ്. A standard deduction of 30% is allowed for arrears of rent and recovered unrealized rent. അതും കറക്റ്റാണ്. നമുക്ക് അരിയേഴ്സ് ഓഫ് റെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതുമേ ആസ് യൂഷ്വൽ നമുക്ക് ലഭിക്കുന്ന 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടും എന്നുള്ളതാണ്. Then number 3, unrealized rent is deducted from actual rent received while calculating gross annual value. അതും കറക്റ്റ് അല്ലേ? അൺറിയലൈസ് റെന്റ് ഉണ്ടെങ്കിൽ ആക്ച്വൽ റെന്റിൽ നിന്ന് നമ്മൾ അൺറിയലൈസ് റെന്റ് സബ്ട്രാക്ട് ചെയ്യും. ബാക്കിയുള്ളതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് വരാം. അതും കറക്റ്റാണ്. അപ്പോൾ 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 9 റിഗാർഡിംഗ് co-ownership. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇഫ് എ പ്രോപ്പർട്ടി ഈസ് ഓൺഡ് ബൈ 2 or more persons whose shares are definite, they are not taxed as an AOP. Each co-owner can claim a deduction of rupees 2 lakh for interest on loan for a self-occupied property. The 30% standard deduction is applied to the total net annual value before splitting the income among co-owners. 1 and 2, 2 and 3, 1 and 3 all are correct. നോക്കാം നമുക്ക്. ഓണർഷിപ്പിന്റെ കാര്യമാണ് പറയുന്നത്. ഇഫ് എ പ്രോപ്പർട്ടി ഈസ് ഓൺഡ് ബൈ 2 or more persons, ഒന്നിലധികം ആൾക്കാർക്ക് ഓണർഷിപ്പ് ഉണ്ടെങ്കിൽ ഹൂസ് ഷെയർസ് ആർ ഡെഫിനിറ്റ് ആണെങ്കിൽ കറക്റ്റായിട്ട് നമുക്കറിയാം ദേ ആർ നോട്ട് ടാക്സ്ഡ് ആസ് AOP. അവരെ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആയിട്ടല്ല എടുക്കുക, ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ എടുക്കും. കറക്റ്റാണ്. ഇപ്പോൾ ഒരു പ്രോപ്പർട്ടിയിൽ 2 ഓണർഷിപ്പ് ഉണ്ട്. ഒരാൾക്ക് 60%, ഒരാൾക്ക് 40%. കറക്റ്റായിട്ട് ഡെഫിനിറ്റ് ആയിട്ട് അങ്ങനെ ഒരു സെപ്പറേഷൻ നമുക്ക് പോസിബിൾ ആണെങ്കിൽ അതിനെ ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ട് ടാക്സ് അടച്ചാൽ മതി. കറക്റ്റാണ്. ദെൻ നമ്പർ 2, ഈച്ച് കോണർ ക്യാൻ ക്ലെയിം എ ഡിഡക്ഷൻ ഓഫ് rupees 2 lakh ഫോർ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫോർ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി. അതും കറക്റ്റാ. ഓരോ കോണർക്കും 2 lakhന്റെ ആ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കും ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉണ്ടെങ്കിൽ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിയിൽ. അതും ശരിയാണ്. ഓക്കെ. Then the 30% standard deduction is applied to the net annual value before splitting the income among co-owners. അത് തെറ്റാണ്. 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നേക്കാൾ മുമ്പല്ല. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഹോൾ പ്രോപ്പർട്ടിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നെറ്റ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണു. അതിനുശേഷം ഓരോരുത്തർക്ക് സെപ്പറേറ്റ് ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% ക്ലെയിം ചെയ്യാൻ സാധിക്കും. ബിഫോർ സ്പ്ലിറ്റിംഗ് അല്ല. ഓക്കെ. ആസ് യൂഷ്വൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓൾ പ്രോപ്പർട്ടിയുമേ നെറ്റ് ആനുവൽ വാല്യൂ കാണുന്നു, എന്നിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഓരോരുത്തരുടെ ഇൻകത്തുമേ നമ്മൾ കൊടുക്കുന്നു. 2 ഓണർഷിപ്പ് ഉണ്ടെങ്കിൽ 2 പേർക്ക് കൊടുക്കുന്നു. എന്നിട്ട് സെപ്പറേറ്റ് ഓരോരുത്തർക്ക് 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ. ബിക്കോസ് ഡെഫിനിറ്റ് ആണല്ലോ ഈ പറയുന്ന സെപ്പറേഷൻ എന്ന് പറയുന്നത്. അതല്ലാണ്ട് നേരത്തെ തന്നെ നമുക്ക് ഈ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന പരിപാടിയില്ലേ. ഇൻകത്തിൻ്റെ ലെവൽ എത്തുമ്പോഴാണ് സെപ്പറേഷൻ വരാൻ. ഓക്കെ. ഹോൾ പ്രോപ്പർട്ടിയുമേ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം. അപ്പോൾ 1ഉം 2 ആണ് കറക്റ്റായിട്ട് വരാം. ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ എങ്ങനെയാണ് ഓണർഷിപ്പ് വരുമ്പോൾ ആസ് യൂഷ്വൽ പ്രോപ്പർട്ടിയുമേ നെറ്റ് ആനുവൽ വാല്യൂ കാണും. അതിനുശേഷം 2 പേർക്കും സ്പ്ലിറ്റ് ചെയ്യുന്നു ഇൻകത്തിൻ്റെ ബേസിൽ ഓരോരുത്തരുടെ എത്രയാണെങ്കിൽ, എന്നിട്ട് അവർക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഓക്കെ. സോ ദാറ്റ്സ് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 9. നമുക്കൊരു ചോദ്യം കൂടി ഇന്ന് ഡിസ്കസ് ചെയ്യാം. റിഗാർഡിംഗ് ഡീംഡ് ഓണർഷിപ്പ്. An individual who transfers property to their minor child other than a married daughter is a deemed owner. A lessee of a building for a term of not less than 12 years is considered the deemed owner. Number 3, a person who acquires a property under power of attorney is not a deemed owner. 1 and 2, 2 and 3, 1 all are correct. നോക്കാം നമുക്ക്. ഡീംഡ് ഓണർ
ഫസ്റ്റ് കേസ് പറഞ്ഞേക്കണം എന്താ, an individual who transferred to their minor child is a deemed donor. കറക്റ്റാണ്. ഒരു വ്യക്തി വിതൗട്ട് കൺസിഡറേഷൻ ആയിരിക്കും മൈനർ ചൈൽഡിനെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവുക എങ്കിൽ ഡീം ഡോണർ ഇൻഡിവിജ്വൽ തന്നെയാണ് ഓണറായിട്ട് വരിക. അയാളെ ഡീം ഡോണർ എന്ന് പറയുന്നത് നമ്മൾ. നമ്പർ 2, എ ലെസ്സി ഓഫ് എ ബിൽഡിംഗ് ഫോർ എ ടൈം നോട്ട് ലെസ് ദാൻ 12 years ഈസ് കൺസിഡേർഡ് ആസ് ദ ഡീം ഡോണർ. അതും കറക്റ്റാ. 12 വർഷത്തിനേക്കാൾ കൂടുതൽ ഒരു വ്യക്തി ലെസ്സി ആയിട്ട് ഉണ്ടെങ്കിൽ ആക്ച്വലി ആ വ്യക്തിക്ക് പൊസഷൻ ഓണർഷിപ്പ് ഒക്കെ വരാണ്. പൊസഷൻ വരുന്നുണ്ടെങ്കിൽ അവിടെ ഡീംഡ് ഓണർഷിപ്പ് ലഭിക്കുന്നുള്ളതാണ്. 12 ഇയേഴ്സിനായിട്ടും കൂടുതൽ ലീസ് വരുമ്പോഴാണ് ഉണ്ടാവുക കേട്ടോ. 12-നേക്കാട്ടും താഴെയാണെങ്കിൽ പറ്റില്ല, 12-നേക്കാൾ കൂടുമ്പോൾ. അതാണ് നോട്ട് ലെസ് ദാൻ 12 എന്ന് പറയുന്നത്. കറക്റ്റാണ്. നമ്പർ 3, എ പേഴ്സൺ ഹു അക്വയർസ് എ പ്രോപ്പർട്ടി അണ്ടർ പവർ ഓഫ് അറ്റോർണി ഈസ് നോട്ട് എ ഡീംഡ് ഓണർ. അതെറ്റാ. ഡീംഡ് ഓണർഷിപ്പ് ലഭിക്കും. അവിടെ ഒരു പൊസഷൻ സംഭവിക്കുന്നുണ്ട്, ഒരു എഗ്രിമെന്റ് സംഭവിക്കുന്നുണ്ട്. പവർ ഓഫ് അറ്റോർണി എന്ന് പറയുമ്പോൾ വേറൊരു വ്യക്തിക്ക് അല്ലേ പല കാര്യങ്ങൾക്കും ഒരു അവകാശം കൊടുക്കുകയാണ്. ഓട്ടോമാറ്റിക്കലി ഡീംഡ് ഓണർഷിപ്പ് ലഭിക്കുന്നുള്ളതാണ്. ഇവിടെ കിട്ടില്ല എന്നാണ് പറയുന്നത്, ബട്ട് ലഭിക്കുന്നുള്ളതാണ്. അപ്പോൾ 1ഉം 2 ആണ് കറക്റ്റായിട്ട് വരാം. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇൻകം ടാക്സിലെ നെക്സ്റ്റ് ഒരു 5 ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. പരമാവധി എല്ലാവരും MCQs പ്രാക്ടീസ് ചെയ്യുക, കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാക്കുക. എന്നാൽ മാത്രമേ നമുക്കൊരു എഡ്ജ് ലഭിക്കുള്ളൂ. ലാസ്റ്റ് ലാപ്പാണ്. സോ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് കൂടുതൽ ഒരു എഡ്ജ് ലഭിക്കണമെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. MCQ ആൻഡ് മോക്ക് ടെസ്റ്റ് മാത്രമായിട്ടുള്ള ബാച്ചുണ്ട്, ക്രാഷ് ബാച്ചും ഉണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. Have a nice day. Thank you.